യെസ്, ഇനി നമ്മൾ പോകുന്നത് സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്കാണ്. അതായത് അവിടെ LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം തുടങ്ങിയിട്ട് 35 ദിവസമായി. ഇനിയും VD സതീശൻ സർക്കാരിനൊന്നും തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു ഔദാര്യം പോലെ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതാണ് ആകെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്താണ് അവിടെ സംഭവം എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. LPST ഉദ്യോഗാർത്ഥികളുടെ സമരത്തോട് സർക്കാർ കാണിക്കുന്ന വിമുഖതയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ റാങ്ക് ഹോൾഡേഴ്സിന് നൽകിയ വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്തിയ ശേഷം പാലിക്കാത്തതിലാണ് പാർട്ടിയിൽ അമർഷം പുകയുന്നത്. സമരക്കാരുടെ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റുകാരുടെ സമരം 35 ദിവസം പിന്നിട്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, അതായത് എന്തൊരു അനീതിയാണ് പ്രശാന്ത്. അതായത് 35 ദിവസമായി അവർ നിരാഹാരത്തിലാണ്. ഇന്നലെ അവർ പുല്ല് വാരിത്തിന്ന് സമരം ചെയ്തുവെങ്കിൽ അതിനു മുൻപ് അവർ മണ്ണ് വാരിത്തിന്ന് സമരം ചെയ്തു. എന്നിട്ടും ഈ പറയുന്ന VD സതീശൻ എന്ന മുഖ്യമന്ത്രി മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നു. അത് ഒരിക്കലും ഈ കാണാത്തയാളെ നമുക്ക് വിളിച്ച് കാണിക്കാം, പക്ഷേ കണ്ടില്ല എന്ന് നടിക്കുന്നയാളെ അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്ന ആളെ എങ്ങനെയാണ് നമ്മളൊന്ന് ഉണർത്തുക? വലിയ ഒരു അനീതി എന്നേ പറയാനുള്ളൂ. പറയൂ പ്രശാന്ത്. രാഖി ആതിര, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 34 ദിവസം പിന്നിടുകയാണ്. യാതൊരുവിധ നടപടികളുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണുള്ളത്. മുമ്പ് കഴിഞ്ഞ കൊല്ലം ആശാ സമരവേദി ഈ സമാനമായ രീതിയിൽ ആശമാരുടെ ഒരു സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നിരുന്നു. അന്ന് ഒരു സമരം ഈ ആശമാരുടെ ഈ സമരമുറകളിൽ ഒരു സമരം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനായിരുന്നു. അന്ന് VD സതീശൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സമരക്കാരുമായി സംസാരിക്കാൻ കഴിയുന്നില്ല, സമരക്കാരുമായി ചർച്ചയ്ക്ക് വിളിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല, അതൊരു പ്രതിപക്ഷ ബഹുമാനമല്ലേ, അല്ലെങ്കിൽ സമരക്കാരുമായി ചർച്ച ചെയ്യുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു. ഇന്ന് ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ്റെ മൂക്കിൻ തുമ്പിലാണ്, അല്ലെങ്കിൽ വിളിപ്പാട് അകലെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരമിരിക്കുന്നത്. സമാനമായ ചോദ്യമാണിപ്പോൾ യുവമോർച്ചയും ചോദിക്കുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ സമരക്കാരുമായി ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല, സമരക്കാരെ ഒന്ന് സംസാരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്, അവരുടെ ഈ ദയനീയാവസ്ഥ എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് UPST സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. അത് മുഖ്യമന്ത്രിക്ക് തന്നെ, നിലവിലെ മുഖ്യമന്ത്രി VD സതീശന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം ഇരുന്നത്. ആ സമരക്കാരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി നാളിതുവരെ സ്വീകരിച്ചത്. ഇതിലാണിപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി രേഖപ്പെടുത്തുന്നത്. കാരണം ഇത്തരത്തിൽ സമരത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതും അത് പാർട്ടിയെയും സർക്കാരിനെയും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ സമരം മാറുന്നതിനൊക്കെയുള്ള കാരണമെന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടാണ്, കെടുകാര്യസ്ഥതയാണ്. തുടക്കത്തിൽ തന്നെ, അതായത് ഈ സമരത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഈ ഉദ്യോഗാർത്ഥികളുമായി ചർച്ച ചെയ്തിരുന്നെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ മറ്റ് മന്ത്രിമാരുമായിട്ടോ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും അവരുടെ ആവശ്യത്തെ അനുഭാവപൂർവ്വം കേട്ടിരുന്നെങ്കിൽ ഈ നിലയിലേക്കൊന്നും ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാർ പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഒരു പിടിവാശി, വൈരാഗ്യബുദ്ധി, ഇതൊക്കെയാണ് ഈ നിലയിലേക്ക് ഇപ്പോൾ എത്താൻ കാരണമെന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതുതന്നെയാണ് സമരം ഇങ്ങനെ ഇത്തരത്തിൽ നീണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട്, അന്നത്തെ കാലത്തുള്ള ഈ LDF സർക്കാർ സ്വീകരിച്ച അതേ നിലപാടൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്നത് പാർട്ടിയിൽ തന്നെ ഒരു തിരുത്തൽ ശക്തികൾ പറയുന്നു എന്ന് വേണം നമുക്ക് ഈ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണമെന്നൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ നാണക്കേട് ഈ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ഈ സമരം ഉണ്ടാക്കിയെടുത്തു. കാരണം ഇത്തരത്തിൽ ഈ സമാനമായ PSC സമരം കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ PSC സമരം ഉണ്ടായ സമയത്ത് ആ വേദിയിലൊക്കെ അന്നത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തി പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയും തങ്ങൾ അധികാരത്തിൽ വന്നാൽ മാറ്റമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞവരാണ്. ആ സർക്കാർ, ആ പ്രതിപക്ഷം ഇപ്പോൾ അധികാരത്തിലെത്തുമ്പോഴും സമാനമായ വ്യവസ്ഥകൾ മാറുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഉയരുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. അത് പാർട്ടിയിൽ നിന്നും ഉയരുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും ഈ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. സമരം 34-ാം ദിവസം പിന്നിടുകയാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം 11 ദിവസം പിന്നിട്ടു. ഒരു പാലക്കാട് നിന്നുള്ള ടീച്ചർ അവർ നിരാഹാരത്തിലാണ്, 10 ദിവസമായി അവർ നിരാഹാരത്തിലാണ്. ആ സമരത്തെ പോലും കണ്ടില്ല എന്ന് നടിക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി തന്നെ മോശമാകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സമരം ചെയ്യുമ്പോൾ ഈ സമരക്കാരോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി, പ്രതികാര ബുദ്ധിയോടുകൂടിയൊക്കെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ന്യായമായ ആവശ്യം, അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട്
10 മാസം പിന്നിടുന്നു. ഇനി തുച്ഛമായ മാസങ്ങൾ മാത്രമേ ഉള്ളൂ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിക്ക്. പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ PSC തയ്യാറാകുന്നു. അപ്പോൾ ഒരു നിയമനം പോലും നടത്താതെ പുതിയ നോട്ടിഫിക്കേഷൻ എന്തിനാണ് PSC വിളിക്കുന്നത്? അത് മറ്റുള്ള ബാക്കി ഉദ്യോഗാർത്ഥികളെ കൂടി വഞ്ചിക്കുന്നൊരു നിലപാടല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഈ PSC ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ജീവിത പ്രാരാധവുമായി ആയിട്ടാണ് ഇവർ ഈ PSC എഴുതുന്നത്. അതും ഇത്തരത്തിൽ കാണാതെ പഠിച്ചും അതോടൊപ്പം തന്നെ കുത്തിയിരുന്ന് പഠിച്ചും ഇത്തരത്തിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് ഈ ഒരു പരീക്ഷയിലേക്ക് അവർ പ്രിപ്പയർ ആവുന്നത്. അവരുടെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലമാണ്. അതായത് അവരുടെ ഒരു ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെ അവർ ഈ PSCക്ക് വേണ്ടി മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളും അല്ലെ നമ്മുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് അതിനുവേണ്ടി അവർ പ്രയത്നിച്ച് റാങ്ക് നേടിയവരാണ്. അല്ലാതെ കൊടി പിടിച്ച് നടന്നവരല്ല. റാങ്ക് നേടിയവരുടെ അവസ്ഥ അവർ ഇന്നലെ ഈ പുല്ല് തിന്നുന്ന ഘട്ടത്തിൽ കണ്ണു നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ ഗതി ഞങ്ങൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തൊരു സങ്കടമാണല്ലേ അത്. അതെ, രാവും പകലും അവർ ഇതുപോലെ ഒഴിഞ്ഞു വെച്ച് അവർ പലരും രാഖി ഇത് മാത്രം മനസ്സിൽ കണ്ട് വന്നവരാണ്. അപ്പൊ അവർക്ക് ഇത് ലഭിച്ചില്ല എങ്കിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം നേടുമ്പോൾ ഉറപ്പാണെന്നല്ലേ കരുതുന്നത്. അപ്പോൾ ഇനി ഈ നിയമനം ലഭിച്ചില്ല എങ്കിൽ പലരുടെയും കാര്യം കഷ്ടമാണ്. അപ്പോൾ ഈ എന്തായാലും ഇതിന്റെ ഇടയിൽ ഇവര് അടുത്ത പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ അടുത്ത ലിസ്റ്റ് ഇടുകയാണ്. ഒരു നിയമനം പോലും നടത്താതെ അടുത്ത ലിസ്റ്റ് ഇടുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും UDF സർക്കാർ വന്നിട്ട് 3 മാസമായി ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിയാൻ സമയമായല്ലേ രാഖി, എന്നിട്ടും ഇതുവരെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു വിഷയം നമുക്ക് എടുക്കാം അല്ലേ. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് റാങ്ക് മേടിച്ചവരാണ്, നേടിയവരാണ്. അവരോട് കാണിക്കാൻ എന്ത് ഹണിമൂൺ പീരീഡ്? ഒന്ന് നീതിക്ക് വേണ്ടി കണ്ണു തുറക്കാൻ എന്തിന് അല്ലെ അധിക സമയം എന്തിന്? കാരണം പ്രതിപക്ഷത്തിരുന്ന ആളാണ്. അപ്പോൾ അന്ന് എന്താണ് VD സതീശൻ പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. അപ്പോൾ പഠന സമയമൊക്കെ കഴിഞ്ഞു. കൃത്യമായി പഠിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത്. വെറുതെ വീരവാദം മുഴക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ പറയുന്നത് 2 മാസം കൂടി വേണം. എന്തിനാണ് ഈ 2 മാസം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും വല്ലാത്തൊരു ദുരിതം തന്നെയാണ്. ഇനിയെങ്കിലും അവർക്ക് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഉറങ്ങുന്നവരെ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തൊട്ട് താഴെ ഈ ഇത്തരത്തിൽ നിരാഹാരം നടക്കുക എന്ന് പറയുമ്പോൾ ആ ടീച്ചറുടെ അവസ്ഥ വളരെ ഗുരുതരമായ കാര്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും രാഖി? വാർത്തകൾ കൊടുക്കുക എന്നല്ലാതെ.